കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം വിവാദമായതോടെ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ, 3 കടകൾക്ക് തീപിടിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. ജില്ലയിൽ 3 ദിവസം താപനില ഉയരും. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഭരണാധികാരിയുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു. 2, 4, 6, 8 എന്നീ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ പാർട്ടിയും ആരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വിവാദമായതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പിൻവലിച്ചിരുന്നു. ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് രഘുവിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അതെല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം. ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. കലാമണ്ഡലം ഗോപിയെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ, അതിനാൽ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബ ഡോക്ടർ തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മകൻ പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപിയോട് വരേണ്ടതില്ലെന്ന് പറയുകയായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ്. എന്നാൽ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിച്ചത്. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസഡറാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചുവെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൊണ്ടുപിടിച്ച പ്രചരണ പരിപാടികളാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും പ്രചരണം നടക്കുന്ന വേളയിൽ സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് വിവാദമാവുകയായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനെത്തി ടൊവിനോയെ കണ്ട ഫോട്ടോ പങ്കുവച്ചപ്പോൾ ടൊവിനോ വിജയാശംസകൾ നേർന്നാണ് യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്നുമാണ് സുനിൽകുമാർ കുറിച്ചിരുന്നത്. എന്നാൽ തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത്, അത് നിയമവിരുദ്ധമാണ്. താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറാണെന്നും ടൊവിനോ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പ്രതികരിച്ചു. ഇതോടെ ഫോട്ടോ സുനിൽകുമാർ പിൻവലിച്ചു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവും നൽകിയിരിക്കുന്നത്.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം എഴുതുന്നതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിൽ അന്വേഷണം നേരിടുന്ന അലി സാംബ്രി നൽകിയ ഹർജിയിലാണ് പരാമർശം. അതേസമയം അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായി ഇഡി കോടതിയിൽ പറഞ്ഞു. സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ കോടതി ഇടപെടലുണ്ടായി. രജിസ്ട്രാർ കോടതിയെ സമീപിച്ച് സമൻസിൽ സ്റ്റേ നേടി. സ്റ്റേ നീക്കാൻ കോടതിയെ സമീപിക്കുമെന്നും ഇഡി വ്യക്തമാക്കി. ചവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ, 3 കടകൾക്ക് തീപിടിച്ചു. അബ്ദുൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള അസീസ് ഫുഡ്വെയർ, മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ടിപ് ടോപ്പ് ഫാൻസി കട, അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയുമാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തീ പടർന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചത്. ഗുരുവായൂർ, കുന്നംകുളം, പൊന്നാനി, നാട്ടിക, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീയണച്ചത്. സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോമറിലെ കേബിളുകളും കത്തിനശിച്ചു. ആളപായമില്ല. 2 കോടിയിലേറെ നഷ്ടം കണക്കാക്കുന്നതായി പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. MLA NK അക്ബർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. പാടശേഖരത്തിൽ അഗ്നിബാധയുണ്ടായതിനെ തുടർന്നാണ് തീറ്റപ്പുൽ കൃഷിയിലേക്ക് തീ പടർന്നത്. 1/2 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിൽ പകുതിയും കത്തിനശിച്ചു. പ്രദേശത്തെ പശുഫാം നടത്തുന്നവരാണ് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നത്. സമീപത്തെ പറമ്പുകളിലേക്ക് തീ പടർന്ന് തെങ്ങിനും മരങ്ങൾക്കും തീപിടിച്ചിട്ടുണ്ട്. വീടുകൾക്ക് സമീപത്തേക്ക് തീ പടർന്ന് കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി. നാട്ടുകാർ വളരെ ശ്രമപ്പെട്ടാണ് തീയണച്ചത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. ജില്ലയിൽ ഇന്നു മുതൽ 20 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖല ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂരിന് പുറമെ 10 ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. നട്ടം തിരിഞ്ഞ യാത്രക്കാർ ഭരണാധികാരികളുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. പോസ്റ്റ് ഓഫീസ് റോഡിൽ നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി പരാജയപ്പെട്ട പരിഷ്കാരമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞായറാഴ്ച മുതൽ വീണ്ടും നടപ്പാക്കിയത്. ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതറിയാതെ റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTCയിലേക്കും ചെട്ടിയങ്ങാടി പള്ളിയിലേക്കും മറ്റും പോകാനെത്തിയ യാത്രക്കാർ വലഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനപ്രകാരം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൺ വേ പരിഷ്കാരം നടപ്പാക്കിയതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഗതാഗത കുരുക്കിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരത്തെ അംഗീകരിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കച്ചവടം തീരെയില്ലാത്ത സമയത്ത് ഏർപ്പെടുത്തിയ ഈ പരിഷ്കാരം തങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്നും വ്യാപാരികൾ പറയുന്നു. പരിഷ്കാരം നടപ്പാക്കിയതോടെ ആളുകൾ ഹോട്ടലിലേക്ക് വരാതായെന്നും ജീവനക്കാരെ പിരിച്ചുവിടേണ്ട ഗതികേടിലാണെന്നും അലങ്കാർ ഹോട്ടലിലെ സൂപ്പർവൈസർ AJ പോൾ പറഞ്ഞു. ഇതിന്റെ പേരിൽ കച്ചവടം വളരെ കുറവാണ്, വളരെ മോശമാണ്. സ്വയം അവരിഷ്ടത്തിനാണ് ഈ പരിപാടി ചെയ്തു വെച്ചത്. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ വലിയ യാതന അനുഭവിക്കുന്നത്. അതിൽ എണ്ണം കുറയ്ക്കാവുന്ന അവസ്ഥയിലേക്ക്, ജോലി വരെ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലേക്കാണ് പോകണം. സമരം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അതിന് ആലോചിക്കേണ്ട ഘട്ടത്തിലേക്ക് വരും. പോസ്റ്റ് ഓഫീസ് റോഡിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന വിധത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത് വ്യാപാരികൾക്ക് വളരെ വലിയ തിരിച്ചടിയാണെന്നും നിലവിൽ ഇവിടെ യാതൊരു ഗതാഗത പ്രശ്നവുമില്ലെന്നും കാലങ്ങളായി ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന TR അനിൽ പറയുന്നു. ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആലോചിക്കാണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് വഴി ബ്ലോക്കില്ല, കുറച്ച് ആരും ഉണ്ടാവില്ല റോഡില്. ഒന്നാമത് 7 മണി കഴിഞ്ഞ ഒരു മനുഷ്യ ജീവൻ പൊള്ളില്ല. കാരണം കച്ചവടം ഇല്ല. എല്ലാ കടക്കാരും 8 മണിക്ക് ഈ റോഡിലുള്ളവരൊക്കെ കടയെടുത്ത് പോകണം, ആൾക്കാരില്ല. അതിൻ്റെ ഇടയിൽ ഈ വണ്ടിയും കൂടി ആക്കി കഴിഞ്ഞപ്പോൾ തീരെ ആളില്ലാണ്ടായി. ഈ കാലത്തുള്ള ഈ തെക്കും തിരക്കും ബഹളം മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനൊരാളും ഇല്ല. വലിയ വാടക കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് ഇത് ശരിയായ രീതിയല്ല. അത് നമ്മൾ അവിടെ പോയി മേയറെ അടുത്ത് പറയാനൊക്കെ പരിപാടിയിട്ടുണ്ട്. പറഞ്ഞാൽ എന്തോരം ഫലിക്കുന്നു എനിക്കറിയില്ല. ചെട്ടിയങ്ങാടി പള്ളിയിൽ നിസ്കാരത്തിനെത്തുന്നവരെ അടക്കം ബാധിക്കുന്ന തരത്തിൽ തുഗ്ലക് പരിഷ്കാരം ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും പിൻവലിക്കണമെന്നും വ്യാപാരിയായ അബ്ദുൾ അസീസ് പറഞ്ഞു. ഒരു തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരമായിട്ടുള്ള സംഗതിയാണത്. ഇതിപ്പോ അവർക്ക് തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, കച്ചവടക്കാർ, അങ്ങനെയൊക്കെ. ഇത് ആരും ജീവിക്കേണ്ടെന്നൊരു തീരുമാനമാണ്. ഇവിടെ റെയിൽവേക്ക് പോകുന്ന ആൾക്കാർ, അതുമാതിരി ട്രാൻസ്പോർട്ട് എല്ലാം ഇപ്പോൾ ഒന്ന് ഈ തെറ്റത്തുനിന്ന് ഈ കടയിലേക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിക്ക് പോകുന്ന ആൾക്കാർ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനിയാന്ന് വന്നു, അവർ ബോർഡ് വെച്ചു, അവർ പോയി. ഇന്ന് തിങ്കളാഴ്ച കട തുറന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനില്ലേ വഴിയിൽ.
എന്ത് ചെയ്യാൻ പറ്റും? സമരപരിപാടികളുണ്ടാവും. കാരണം അല്ലാണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെയുള്ള ആൾക്കാർക്ക്. വൺ വേ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്നും വ്യാപാരികൾ പറഞ്ഞു. നേരത്തെ ചെട്ടിയങ്ങാടി ഭാഗത്തു നിന്ന് മുനിസിപ്പൽ ഓഫീസ് റോഡിലേക്ക് ഗതാഗതം അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നിന്ന് ചെട്ടിയങ്ങാടി റോഡിലേക്കുള്ള പ്രവേശനമാണ് നിരോധിച്ചിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാഠപുസ്തക വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി നിർവഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ D. ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക TV. ഹേമലത, PTA പ്രസിഡന്റ് അജിത് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. 2, 4, 6, 8 എന്നീ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. 1, 3, 5, 7, 9 എന്നീ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറ്റമുള്ളതിനാൽ അച്ചടിച്ച് എത്തുന്ന മുറയ്ക്കായിരിക്കും വിതരണം ചെയ്യുക. തൃശൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ പ്രചരണാർത്ഥം നടത്തിയ UDF കാട്ടൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDF തൃശൂർ ജില്ലാ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P. വിൽസൺ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, ഷെറിൻ തേർമടം, MI അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഭാരത് അരി വിതരണത്തെ ചൊല്ലി തർക്കം. പരാതിയെ തുടർന്ന് പോലീസ് അരി വിതരണം തടഞ്ഞു. മേത്തല കീഴ്ത്തളി ജംഗ്ഷനിലാണ് അരി വിതരണം നടന്നത്. ഭാരത് അരി വിതരണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് എത്തി അരി വിതരണം നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകനും സ്ഥലത്തെത്തി. ഭാരത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ അരി വിതരണം പുനരാരംഭിച്ചു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് ബെന്നി ബെഹനാൻ MP. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ നിന്ന് പുന്നക്കുരു ബസാറിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു MP. മതിലകത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സലാം ഫൈസി, UDF ചെയർമാൻ SA സിദ്ദിഖ്, കൺവീനർ മുജീബ് റഹ്മാൻ, UDF നേതാക്കളായ MK അബ്ദുൽ സലാം, സുനിൽ P. മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘപരിവാർ സംഘം അഴിച്ചുവിട്ടിരിക്കുന്ന വെല്ലുവിളിയെ നേരിടാനുള്ള ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല, തെറ്റിദ്ധരിക്കേണ്ട. പൗരത്വം മൗലിക കേരളത്തിലെ ഉത്സവാഘോഷങ്ങളുടെ അന്തരീക്ഷങ്ങൾക്ക് അനുസൃതമായ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം അവലോകന യോഗം അഭിപ്രായപ്പെട്ടു. ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടിനാവശ്യമായ സാമഗ്രികൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും ഉത്സവാഘോഷ കമ്മിറ്റികൾക്ക് കൂടിയ തോതിലുള്ള പ്രദർശനാനുമതിയും നൽകിയാൽ മാത്രമേ നിയമാനുസൃതമായ വെടിക്കെട്ട് ഭാവിയിൽ സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂവെന്ന് യോഗം വിലയിരുത്തി. നിലവിലെ നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെ യോഗം സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PA വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ വിരുപ്പാക്ക സ്വദേശികളായ 2 ബൈക്ക് യാത്രികർ 1 മാസമായി കിടപ്പിലായിട്ടും ബന്ധപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപം. വിരുപ്പാക്ക, സേവൻകുഴി സിദ്ദിഖിന്റെ മകൻ സിറാജ്, കാക്കിനിക്കാട് മാടമ്പാട്ട് അനീഷ് എന്നിവരാണ് സ്വന്തം വീടുകളിൽ ശരീരം അനക്കാനാവാതെ കിടക്കുന്നത്. ഫെബ്രുവരി 17-ന് പന്നിത്തടം കേച്ചേരി റോഡിലെ ഇയാൽ പാടത്ത് വെച്ചാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ കരാറുകാരൻ സ്ഥാപിച്ച വലിയ ഇരുമ്പ് ബോർഡ് ശക്തമായ കാറ്റിൽ ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ 2 പേരും സമീപത്തെ 4 അടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു. ഉടൻ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിറാജിന്റെ ഇടുപ്പിലെ 2 എല്ലുകളും ഇടത് കൈയുടെ എല്ലും പൊട്ടിയതിനാൽ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തോളെല്ലും 7 വാരിയെല്ലും പൊട്ടിയ അനീഷിനും കിടപ്പ് ചികിത്സ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞാണ് കുന്നംകുളം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയത്. ഇതുവരെ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നേക്കിപ്പോൾ 1 മാസമാകാൻ പോവാണ്. ഈ 1 മാസമായിട്ടും നമുക്ക് ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോ ആരെങ്കിലും കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഒരാളും നമ്മളായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ആയതുകൊണ്ട് അത് കളക്ഷൻ ബേസിലാണ് നമ്മൾ പിരിവ് പോയിട്ടാണ് നമ്മൾ ആ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ ആളെ ഏൽപ്പിക്കാനോ
ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുള്ളിക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പല സംഘടനകളും ക്ലബ്ബുകളും ബന്ധപ്പെട്ടിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ വാപ്പാടെ പെൻഷൻ കാശ് കിട്ടുന്നത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള പല ബാധ്യതകളും ഉണ്ട്. ഇതെല്ലാം നിലച്ചൊരവസ്ഥയിലാണ്. ഇനിയും എത്ര മാസം ഇങ്ങനെ കിടക്കണം എന്നുള്ളത് ഇനി അടുത്ത മാസം 2-ാം തീയതി ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനോ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാസത്തോളം ഇളകാതെ കിടക്കാനാണ് സിറാജിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വരുമാനം നിലച്ചതോടെ ഭാര്യയും 2 കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങിയ സിറാജിന്റെ കുടുംബം ദുരിതത്തിലായി. പിതാവ് സിദ്ദിഖിന്റെ പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത്. റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനോ PWD അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സിറാജ് പറയുന്നു. ഈ യുവാക്കൾക്ക് സഹായവുമായി കോൺഗ്രസ് നേതാക്കൾ ഇവരെ സന്ദർശിച്ചു. DCC സെക്രട്ടറി രാജു, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്പാട്ടിൽ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സന്തോഷ് വിളമ്പത്ത്, ബൂത്ത് പ്രസിഡന്റ് VJ ജമാൽ എന്നിവരാണ് സിറാജിനെ സന്ദർശിച്ചത്. നീതി ലഭിക്കും വരെ സിറാജിന് എല്ലാവിധ പിന്തുണയും നേതാക്കൾ അറിയിച്ചു. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും ആയിട്ടില്ല. TCV വടക്കാഞ്ചേരി. UDF മുണ്ടത്തിക്കോട് മണ്ഡലം കൺവെൻഷൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ K അജിത് കുമാർ, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, UDF ചെയർമാൻ NA സാബു, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ മരണത്തിരുനാൾ ചൊവ്വാഴ്ച ആചരിക്കും. ദിവ്യബലിക്ക് ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ബിനോയ് മഞ്ഞളി തിരുനാൾ സന്ദേശം നൽകും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചയൂട്ട് ആശീർവാദം നിർവഹിക്കും. വൈകിട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. ഗുരുവായൂർ ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഡയറക്ടറായി സംസ്കൃത പണ്ഡിതനും ഗവേഷകനുമായ ഡോക്ടർ P നാരായണൻ നമ്പൂതിരി ചുമതലയേറ്റു. കോഴിക്കോട് സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവിയായിരുന്നു. 33 വർഷത്തെ അധ്യയന പരിചയമുള്ള അദ്ദേഹം 20 അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. 140 ദേശീയ സെമിനാറിലും പ്രബന്ധം അവതരിപ്പിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാലടി സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം SCERT ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലെ വിദഗ്ധ സമിതി അംഗവുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെക്കുംകര വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. CPM മണ്ഡലം സെക്രട്ടറി PN ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി EM സതീശൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, EN ശശി എന്നിവർ സംസാരിച്ചു. നിർമ്മാണ ക്ഷേമനിധി അംഗങ്ങൾക്ക് യഥാസമയം ആനുകൂല്യങ്ങൾ നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് തൃശൂർ ജില്ലാ ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് മസ്ദൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി CK പ്രദീപ് ആവശ്യപ്പെട്ടു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KM റെജി, ട്രഷറർ PV വിനോദ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിച്ച സന്താന ഗോപാലം കഥകളി അരങ്ങേറി. ഉത്സവ ബലി മാസം 22-നും പള്ളിവേട്ട 23-നും നടക്കും. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് KK സുബിത, സെക്രട്ടറി സുനീഷ് അയനപ്പള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഉത്സവം 24-ന് ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തിന് മുന്നോടിയായി നടന്ന ദ്രവ്യകലശം ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിച്ചു. കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിൻഡോ ചൂണ്ടൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ ഊട്ട് നേർച്ച ആശീർവദിച്ചു. കൈക്കാരന്മാരായ ആന്റണി പനക്കൽ, ഷാജു ക്ഷീരൻ, സൈമൺ തേർമടം എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഗുരുവായൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. ഇരിങ്ങപ്പുറം കൃഷ്ണപിള്ള നഗറിൽ കളത്തിൽ 52 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉല്ലൂർ വിൻസെന്റ് പോൾ ആശുപത്രിക്ക് ഡയാലിസിസിനുള്ള തുക കൈമാറി. കുട്ടനെല്ലൂർ മൾട്ടിപർപ്പസ് ബാങ്ക് പ്രസിഡന്റ് ടി വി ചന്ദ്രനാണ് ഭാര്യയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ഡയാലിസിസിനുള്ള തുക കൈമാറിയത്. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശശി പോട്ടയിൽ, SNTP ജില്ലാ പ്രസിഡന്റ് സുധാകരൻ, പഞ്ചായത്ത് മെമ്പർ ഷാജു കാളിയങ്കര, കൌൺസിലർ സനോജ് കാട്ടൂക്കാരൻ, ശോഭന പുഷ്പാങ്കദൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമസമിതി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെങ്കിടങ്ങിൽ നടന്നു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VV സജീന്ദ്രൻ, KA വിശ്വംഭരൻ, CPM മണലു ഏരിയ സെക്രട്ടറി CK വിജയൻ, VN സുർജിത്ത്, VV പ്രഭാത്, TK ചന്ദ്രൻ, കൃഷ്ണൻ തൂപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളായ കോടാലി, SYS, SKSSF എന്നിവ സംയുക്തമായ റംദാൻ റിലീഫ് വിതരണം നടത്തി. കോടാലി മഹൽ ഹത്തീബ് മുഹമ്മദ് ഷരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ ഉസ്താദ് ദുആയ്ക്ക് നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. ഭാഗവത സപ്താഹ യജ്ഞത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഈ മാസം 26-നാണ് പ്രതിഷ്ഠാദിനം. ഈ മാസം 25 വരെ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വടക്കാഞ്ചേരി ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ റിജിൻ തട്ടിൽ, ഫാദർ സിജോ മുരിങ്ങാത്തേരി, ഫാദർ ആന്റണി അമുത്തൻ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വേനലിൽ കാട് വരളുമ്പോൾ ദാഹജലം തേടി വലയുന്ന വന്യജീവികൾക്ക് വനത്തിനകത്ത് നിർമ്മിച്ച തടയണ വറ്റിവരണ്ടു. വെളിക്കുളങ്ങര വനത്തിനകത്തുള്ള തടയണയാണ് വറ്റിവരണ്ടത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അനുഭവപ്പെടുന്ന അഭൂതപൂർവമായ ചൂടിനെ തുടർന്ന് ഫെബ്രുവരി ആദ്യത്തിൽ തന്നെ തടയണ വറ്റിവരണ്ടു പോയിരുന്നു. വെളിക്കുളങ്ങര വനത്തിൽ നിന്ന് കോർമല ഭാഗത്തേക്ക് ഒഴുകുന്ന നീർച്ചോലയിലാണ് തടയണ നിർമ്മിച്ചിരുന്നത്. മഴക്കാലത്തെ വെള്ളത്തിന്റെ നിറസമൃദ്ധിയുള്ള തടയണ വേനൽ ആരംഭത്തിൽ തന്നെ വറ്റിവരണ്ടു പോകുന്നതിനാൽ വന്യജീവികൾ ദാഹജലം തേടി വന അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി പറപ്പൂരിലെ പച്ചക്കറി വ്യാപാരി മാതൃകയായി. പറപ്പൂർ സെന്ററിൽ ചീരമ്പൻ വെജിറ്റബിൾസ് എന്ന സ്ഥാപനം നടത്തുന്ന ചീരമ്പൻ ജോസ് ആണ് സത്യസന്ധതയ്ക്ക് മാതൃകയായത്. അന്നഗര സ്വദേശിനി ആതിര ശ്രീജിത്തിന്റെ 1 പവനോളം വരുന്ന പാദസരമാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത്. സ്വർണ്ണാഭരണം കളഞ്ഞുകിട്ടിയ വിവരം ചീരമ്പൻ ജോസ് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. വില്ലേജ് ഓഫീസറുടെയും ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പാദസരം ആതിരയ്ക്ക് കൈമാറി. ചിറ്റാട്ടുകര സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചു. പ്രാദേശിക കർഷകരിൽ നിന്ന് പഴം, പച്ചക്കറികൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ സംഭരിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ PI ബാബു, അശോകൻ മൂക്കോല, PK അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ശാക്തീകരണം ലക്ഷ്യമിട്ട് കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക് മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സന്യാസി സംഗമം സംഘടിപ്പിക്കും. ഞായറാഴ്ച നടക്കുന്ന സംഗമത്തിൽ സംസ്ഥാനത്തെ 400-ലധികം സന്യാസിമാർ പങ്കെടുക്കും. ആചാര്യസഭയും നാമജപ ഘോഷയാത്രയും തുടർന്ന് തെക്കേ ഗോപുരനടയിൽ പൊതുസമ്മേളനവും നടക്കും. മാർഗദർശക മണ്ഡൽ അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി, സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം സ്വാമി നന്ദാത്മദാനന്ദ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ മോഹനൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. SNTP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് AR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം MK തിലകൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു. യോഗം ബോർഡ് മെമ്പർ ഡിൽഷൻ കൊട്ടേക്കാട്, ശാഖാ വൈസ് പ്രസിഡന്റ് MK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു.
മറ്റത്തൂർ പഞ്ചായത്ത് എട്ടാംപാട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി ജോയ്, സെക്രട്ടറി ജോസ് നെറ്റിക്കാടൻ, ആശാ വർക്കർ സുജാത, ശശി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പതിയാരം വിശുദ്ധ ഔസേ പിതാവിന്റെ ശ്രാദ്ധ ഊട്ടുതിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഡേവിസ് ചെക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ നാളെ രാവിലെ 6:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, തുടർന്ന് ഊട്ട്, സദ്യ, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. 9:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാസ്റ്റർ ചുമാറിന്റെ നിര്യാണത്തിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പൗരാവലി അനുസ്മരണ സമ്മേളനം നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ യദു കൃഷ്ണൻ, KT ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. നടൻ ടൊവിനോ തോമസുമൊത്തുള്ള ചിത്രം വിവാദമായതോടെ വിശദീകരണവുമായി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം എഴുതിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ, 3 കടകൾക്ക് തീപിടിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. ജില്ലയിൽ 3 ദിവസം താപനില ഉയരും. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ മുന്നറിയിപ്പില്ലാതെ വീണ്ടും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഭരണാധികാരിയുടെ തുഗ്ലക് പരിഷ്കാരത്തെ ശക്തമായി എതിർക്കുമെന്ന് വ്യാപാരികൾ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു. 2, 4, 6, 8 എന്നീ ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.